മോനെ അങ്ങനെ ടീം കിക്കോങ് ടർഫ് കാവുങ്ങപ്പറമ്പിൽ തുറന്നു കൊടുക്കുകയാണ്. വീരാങ്കുന്നും ഷമീറും നടത്തുന്ന ഈ ടർഫിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി മുഹമ്മദ് റാഫിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിന്റെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് കണ്ടിട്ട് വരാം. ടീം കിക്കോൺ ടർഫിന്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹൈദരാബാദ് FC-യിലെ മെയിൻ താരം മുഹമ്മദ് റാഫിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. എന്താണെങ്കിലും ഉദ്ഘാടനമൊക്കെ അടിപൊളിയായിട്ട് നടന്നു. എല്ലാം അടിപൊളിയായിട്ട് നല്ല ജയന്നയുടെ മുമ്പിൽ ഗോളടിച്ച് തകർത്തിരിക്കുകയാണ് അല്ലേ? എക്സ്പീരിയൻസ് എന്താണ്? ഇതുപോലത്തെ നമ്മുടെ വെങ്ങോല എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സ്ഥലമാണെങ്കിലും ഇത്രയും നല്ല മനോഹരമായൊരു ടർഫ് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടുന്ന് വളർന്ന് പോലെ കളിച്ച് നല്ല കുട്ടികൾ കയറി ഇന്ത്യൻ ഫുട്ബോളിന് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത്. 11ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? 11ാമത്തെ വയസ്സിൽ കളിയുടെ ഒരു ഇതം കൊണ്ട് നടന്നു. അങ്ങനെ ഇപ്പോൾ 21ാമത്തെ വയസ്സിൽ ഹൈദരാബാദ് FC-യിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു നേട്ടത്തിൻ്റെ ഒരു സന്തോഷം എന്താണ്? സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാം വാപ്പിച്ചിട്ട് ഒരു ക്രെഡിറ്റാണ്. കാരണം വാപ്പിച്ച് നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളെവിടെ എത്തൂല. അപ്പോൾ ഒരാളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നത് ഈ ഒരു സമയത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു ബ്രാൻഡിന്റെ കൂടെ തന്നെ കളിക്കാൻ പറ്റി അല്ലേ? അതിലേക്ക് എത്താൻ പറ്റിയത് എങ്ങനെയാണ്?
ഞാൻ 5ാം ക്ലാസ് തൊട്ട് 9 വരെ ഞാൻ എൻ്റെ നാട്ടിൽ തറബിയത്ത് എന്ന സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുള്ളത്. അവിടുന്ന് 10ാം ക്ലാസ്സിൽ മലപ്പുറത്ത് പോയി MSP മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ കോഴിക്കോട് വെച്ച് ബാംഗ്ലൂർ FC അക്കാഡമി സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് അവിടെ സെലക്ഷൻ ട്രയൽസ് വന്നപ്പോഴാണ് അവിടെ പോയി അറ്റൻഡ് ചെയ്തത്. അങ്ങനെ അക്കാഡമിയിലേക്ക് സെലക്ട് ആവുകയും 4 വർഷത്തോളം ആ അക്കാഡമിയുടെ ഒപ്പം ബാംഗ്ലൂർ FC ഒപ്പം പ്രാക്ടീസ് ചെയ്തു. അതിൻ്റെ 3ാം വർഷത്തിലാണ് എനിക്ക് അണ്ടർ-19 ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സെലക്ഷൻ ലഭിച്ചതും അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതും. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ ഒരു സന്തോഷത്തിലാണ് അല്ലേ? അപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാനുകൾ അങ്ങനെ എന്തെങ്കിലും? പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈദരാബാദ് FC-ലാണ് 2 വർഷം കൂടെ കോൺട്രാക്ട് ഉണ്ട്. അവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യം. അവിടെ തന്നെ കളിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാനാണ് നമുക്ക് താല്പര്യം. അതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ആശംസകൾ നേരുകയാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.